ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പകുതി ടൈം നമ്മളിവിടെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. നമ്മളെ കയ്യിൻ്റെ കെട്ടയക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അതേപോലെ തന്നെ സജുവിനെ കാണിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരെയും കൂട്ടി അങ്ങനെ രാവിലെ പോകുന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. പിന്നെ തിരിച്ചു പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് തിരിച്ചെത്തിയപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് അതേപോലെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ. വീട്ടിലാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് കടന്നുറങ്ങിയെങ്കിലും ചെയ്യാമായിരുന്നു. അതിനും വയ്യല്ലോ. ഡീ നീയാ എവിടേക്ക് പോണേ? എന്തിന്? അടങ്ങിക്കാത്തോണ്ടല്ലേ വീണ് കെട്ടിയത്? നീ കെട്ടൂല, പോകുമ്പോ അറിയാം. റെഡി ആയിണെങ്കിലല്ലേ കഴിച്ചിടുള്ളൂ. കഴിച്ചിട്ടില്ലെങ്കിലോ? കഴിച്ചിടണമെങ്കിൽ ആ കൈ കൊണ്ട് അടങ്ങിക്കണേ. ഇജാ കൈ കൊണ്ടല്ലേ എല്ലാ പണി എടുക്കണത് അല്ലേ? എന്നാ വാ പോവാ, പോയൊക്കെ. ഇതൊക്കെ ഫുള്ള് ചളിയാണ് ഇതിമ്മ. ചളി ഒരാൾക്ക് ഇതാ വണ്ടി കയറിയ പിന്നെ ഭയങ്കര തലചുറ്റൽ, ഛർദ്ദിക്കാൻ വരലൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇത് എപ്പം പോവുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തി കേട്ടോ. മഞ്ചേരിയത്തെ കൊരമ്പ ഹോസ്പിറ്റലിലാണോ ഓലെ കാണിക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു. പാർക്കിങ്ങൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളവിടെ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. രാവിലെ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്പർ തിരക്കടില്ലാതെ തന്നെ കിട്ടി. പിന്നെ നിയമോളെ നമ്പറാണ് 24 ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഡോക്ടർ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ നിയമോള് അതിൻ്റെ അപ്പുറത്ത് തന്നെ അതാ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടേക്ക് ഓളയും കൊണ്ട് പോകുന്നതാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് സജുവിൻ്റെ ഡോക്ടർ വന്നപ്പോൾ ഫസ്റ്റ് ഓനെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടർ ബ്ലഡ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അറിയില്ലല്ലോ റിസൾട്ട്. ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ബ്ലഡ് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ബ്ലഡ് എടുത്തപ്പോൾ ഓന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കാണുന്നത് എനിക്കായിരുന്നു കേട്ടോ വേദന. അങ്ങനെ ബ്ലഡ് കൊടുത്ത് അതൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട് തരുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വേഗം അതെടുത്തിട്ട് നിയമോളെ കാണിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ നിയമോളെ അവിടെ ആയിട്ടില്ലായിരുന്നു. ഭയങ്കര തിരക്കാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നിന്ന് കാല് ഊരെ ഒന്നായിട്ട് വേദന ആവാം കേട്ടോ. പിന്നെ ഇരിക്കാനാണെങ്കിൽ ഒരു സീറ്റ് എവിടെയും ഒഴിവുമില്ല. കുറേ അങ്ങനെയൊക്കെ നിന്ന് പിന്നെ ലാസ്റ്റ് നിയമോളെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് കയ്യിലെ പ്ലാസ്റ്റർ അയക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഓക്കൊരു സമാധാനമായത്. ഇപ്പം മേലെ മറ്റേ മോനെ കാണിച്ചാൽ മതി. മേലെ അങ്ങനെ നിയമങ്ങളൊക്കെ കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി മേലെ പോയി നോക്കുമ്പോൾ ഇവിടെ സജുവിൻ്റെ റിസൾട്ട് എത്തിയിട്ടില്ല കേട്ടോ.
അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ്. അപ്പോൾ പിന്നെ നിയനെയും കൊണ്ട് ഞാൻ അപ്പുറത്ത് ടോയൊക്കെ ഉള്ളിടത്തേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഓളവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ ചെയറിലിരുന്ന്. ഇവിടെയാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ ഉമ്മ ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സജുവിനൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തുനിന്നൊന്നും വാങ്ങി കൊടുക്കാനും വയ്യ. അപ്പോൾ ബ്രെഡും വെള്ളമൊക്കെ വണ്ടിയിലുണ്ട്. പിന്നെ സജുവിനെ കാണിച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് പിടിച്ച് നിർത്തിയതാണ് കേട്ടോ അവളെ. പ്ലാസ്റ്റർ മാത്രമേ അയച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരാഴ്ച ഈ കഴുത്തിലെ ഈ മാല ഇതേപോലെ ഇട്ടുകൊണ്ട് നടക്കണം കേട്ടോ. അപ്പോളാണെങ്കിൽ അതങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഊരിയിടാണ് കൈമെന്ന്. പിന്നെ ഇപ്പോൾ സജുവിനെ അതിൻ്റെ അടുക്ക് കാണിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് വെയിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ അവിടെ നിന്നൊന്ന് പുറത്തിറങ്ങി കേട്ടോ. സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ റോട്ടിലേക്ക് ഇറങ്ങി നിന്നതാണ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, നല്ല വെയിലും ഉണ്ടായിരുന്നു, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു കേട്ടോ. വണ്ടി അതേപോലെ തന്നെ വണ്ടീൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് ബ്രെഡൊക്കെ കൊടുത്തിട്ടോ, കൈയൊക്കെ കഴുകി കൊടുത്തിട്ട് അങ്ങനെ ഒരു ബ്രെഡൊക്കെ കഴിച്ച്. നീ ഓരോന്ന് വേണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് വാങ്ങിക്കൊടുത്താൽ സജുവിന് വേണ്ടി വരും. അതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങി കൊടുക്കാതെ എന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ എളങ്കൂർ എത്തിയപ്പോൾ ഫാമിലി സൂപ്പർ മാർക്കറ്റിലൊന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി. പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ അടുത്തുള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.